അസ്സലാമലൈക്കും. നമുക്ക് ഭൂമിയിൽ സന്തോഷകരമായ ഒരു ജീവിതം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ പറ്റിയിട്ട് അള്ളാഹു ചോദ്യം ചെയ്യുന്നു പറയുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത്. അധ്യായം 102 സൂറ തക്കാസുറില് 1 മുതലാണ് പറയാൻ പോകുന്നത്. പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം പെരുമ നടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവരെ നമ്മൾ അനുഗമിക്കാൻ ശ്രമിക്കുകയാണ് കൂടുതൽ കാണുന്നത്. അതിലുപരിയോ മറ്റുള്ളവർക്ക് ഏറ്റവും നമ്മളെക്കാളും കൂടുതലുള്ള ആളുകളിലേക്ക് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ശ്രമിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പെരുമ നടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാണുന്നത്. അപ്പൊ ഇത് നമ്മളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ നമ്മളെ യഥാർത്ഥ ലക്ഷ്യം, നമ്മളെ യഥാർത്ഥ പാത ഇതൊക്കെ നമ്മൾ വിട്ടുപോവാണ്. അപ്പൊ ഇന്നത്തെ ആചാരങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൽ തന്നെ ആചാരങ്ങൾ പുതിയ പുതിയ രീതിയിൽ പലതും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആലോചിച്ച് നോക്കാൻ തന്നെ യഥാർത്ഥത്തിൽ എത്രയോ അവര് സൃഷ്ടാവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ പെരുമ നടിച്ച് സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് എൻജോയ് ചെയ്തൊക്കെ നമ്മളാണ്ട് ജീവിച്ചു പോകും. പക്ഷെ നമ്മൾ കണ്ടുമുട്ടും. നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. പിന്നെയും ആവർത്തിച്ചിവിടെ പറയുന്നുണ്ട്, നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞു. നിസ്സംശയം നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ, യഥാർത്ഥ അറിവ് നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ. അല്ലാഹു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ഇടുന്നുണ്ട്. നിസ്സംശയം നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ. ഇപ്പൊ ദൃഢമായ അറിവ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഭൂമിയിൽ തെറ്റിലേക്ക് പോകില്ല. അഥവാ തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ പിന്നീട് നമുക്ക് മനസ്സമാധാനം കിട്ടൂല. കാരണം അള്ളാഹുവിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പല സത്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇവിടെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയൂല. അപ്പൊ അവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടിട്ടാണ് രണ്ടാമത് അള്ളാഹു പറയുന്നത്, ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യുന്നു. തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായി കണ്ണാൽ കാണുക തന്നെ ചെയ്യുന്നു. അപ്പൊ കണ്ണാൽ കാണുകയും ചെയ്യുന്നത് എവിടെ? നരകത്തിൽ വെച്ചായിരിക്കണം. എന്നാൽ അതിന് മുന്നേ നമ്മൾ അഗ്നിയെ കാണുന്നത് എവിടെ വെച്ചായിരിക്കണം? നമ്മുടെ ശവകുടീരത്തിലായിരിക്കണം. അതാണ് ഇവിടെ തുടക്കത്തിൽ പറയുന്നത്. ശവകുടീരങ്ങൾ നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും. പിന്നീട് ആ ദിവസത്തിൽ സുഖാനുഭവങ്ങളെ പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആസ്വദിച്ച ജീവിതം അതെങ്ങനെയൊക്കെ നമ്മൾ ആസ്വദിച്ച് തീർത്തു എന്നുള്ളത് അള്ളാഹു ചോദ്യം ചെയ്യും. അപ്പൊ നമുക്ക് തന്ന ആയുസ്, നമുക്ക് തന്ന ജീവിതം, ജീവന് ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് ഉപകരിക്കണം. നമ്മൾ ജീവിതം ആസ്വദിക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ അത് അമിതമാവരുത്. അത് നമ്മൾക്കും മറ്റുള്ളവർക്കും തെറ്റില്ലാത്ത രീതിയിൽ നമുക്കത് ആസ്വദിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ മുഴുവനായിട്ട് ആസ്വദിച്ച് നമ്മളെ ജീവിതം അല്ലെങ്കിൽ ലക്ഷ്യം മറന്നു പോകരുത്. അത്രേ ഉള്ളൂ. ഭൂമി ആസ്വദിക്കാൻ തന്നെയാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ഭൂമി എത്ര സൗന്ദര്യത്തിലാണ് അള്ളാഹു അതിനെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കത് ആസ്വദിക്കാം, നമ്മൾ എൻജോയ് ചെയ്യാം, ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ അള്ളാനെ മറന്നിട്ടാവരുത്.